വെൽക്കം ബാക്ക് ടു സോസി ഹബ്. ഇന്ന് നമുക്ക് നല്ലൊരു മട്ടർ പനീറിൻ്റെ റെസിപ്പി കണ്ടാലോ. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് വലിയ വില കൊടുത്തിട്ടല്ലേ നമ്മളിതൊക്കെ വാങ്ങിക്കഴിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ റെഡിയാക്കാമെന്ന് നോക്കാം. ആദ്യം ഒരു പാത്രത്തിലോട്ട് കുറച്ച് ഓയിലൊഴിച്ച് പനീറിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇനി ഇതേ ഓയിലിലേക്ക് ബേ ലീഫ്, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം ചേർക്കാം. ഇതിലേക്ക് 2 ഉള്ളി കട്ടാക്കിയത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, 2 പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് 3 തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് അണ്ടിപ്പരിപ്പാണ്. അത് ഞാനൊരു 15 എണ്ണം നേരത്തെ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇനി ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ മിക്സിൻ്റെ ജാറിലോട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് കുറച്ച് ബട്ടറും ഓയിലും ചേർക്കാം. എന്നിട്ട് ഈ അരച്ച മസാല ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൂടെ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഒഴിച്ചു കൊടുക്കണേ. ഇനി അധികം വേവാനൊന്നും ഇല്ല, നമ്മൾ നേരത്തെ മസാലയൊക്കെ വേവിച്ചതാണല്ലോ. ഇനി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഗ്രീൻ പീസും പനീറും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം ഫ്രഷ് ക്രീമും പിന്നെ കസൂരി മേത്തിയും മല്ലിയിലയും ചേർത്താൽ അടിപൊളി മട്ടർ പനീർ റെഡിയായി. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഇത്. ചപ്പാത്തി, ഞാണ്, പൊറോട്ട അങ്ങനെ എന്തിൻ്റെ കൂടെയും അടിപൊളിയായിട്ട് പോകും. ഞാനിവിടെ ഞാണിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുള്ളത്. ഞാണിൻ്റെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്, ഷെയർ, ഫോളോ ഒക്കെ ആക്കാൻ മറക്കല്ലേ. ഇതുപോലുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.